ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി ഐസോമെറിസം ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇന്ന് 21ാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ 21ാമത്തെ പേജ് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. കീറ്റോ ഗ്രൂപ്പ് മുതൽ. അടുത്തത് കീറ്റോ ഗ്രൂപ്പ്. ഞാനിപ്പോൾ വെറുതെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അത് നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അത് ചെയ്തു വരുമ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ലെറ്റസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചെയ്യുമ്പോൾ കൂടുതൽ വിസ്തീരിക്കാം. ഇപ്പം ജസ്റ്റ് ഒന്ന് ഈ പേരറിയാൻ വേണ്ടി മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ്, ഞാൻ പ്രത്യേകിച്ചും ചെയ്യുന്നതല്ല ഇവിടെ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പോകുന്നു. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ. ഈ ചെയിനിൽ കാർബൺ ആറ്റം 1, 2, 3. ഇവിടെ ചേർക്കേണ്ട പേരും ഇവിടെ പഴയ പോലെ തന്നെ കീറ്റോ ഗ്രൂപ്പിലും ചെയ്യേണ്ടത് എന്താണ്, ഈ ആൽക്കൈൻ്റെ ഈ ചേർത്തിട്ട് 1. നമ്മൾ ഓയിക് ആസിഡ് പറഞ്ഞു, അതുപോലെ നേരത്തെ പറഞ്ഞ പെൻഡനാൾ AL പറഞ്ഞു. അതിന് പകരം ഇവിടെ ONE 1 ആണ് ചേർക്കുന്നത്. ആൽക്കനോൺ എന്ന് വായിക്കാം, ആൽക്കാൻ 1 അല്ലെങ്കിൽ ആൽക്കനോൺ. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദിസ് ചെയിൻ 3. നെയിം ഓഫ് ആൽക്കെയിൻ ഹാവിങ് 3 കാർബൺ ആറ്റം. പ്രൊപ്പൈന നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ IUPAC പ്രൊപ്പൈനിൻ്റെ ഈ ഒഴിവാക്കിയിട്ട് ONE ചേർത്തു, പ്രൊപ്പനോൺ അല്ലെങ്കിൽ പ്രൊപ്പാൻ 1. അതാണ് പ്രൊപ്പനോൺ നമുക്ക് വായിക്കാം. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ഐഡിയ കിട്ടും. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. ഒരു പ്രശ്നമില്ല, ആർക്ക് നോക്കിയാലും മനസ്സിലാവും. 1, 2, 3, 4, 5 ആണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ 5. അതിന് പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് എണ്ണാൻ എല്ലാവർക്കും അറിയാം. നെയിം ഓഫ് ആൽക്കെയിൻ വിത്ത് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. 5 എണ്ണം ഉള്ള 5 കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻ്റെ പേര് പെൻഡെയിൻ. കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. പൊസിഷൻ നമ്പർ അപ്പോൾ ഇതുവരെ ചെയ്തതിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. 1, 2, 3, 4, 5. ഇങ്ങോട്ടല്ല എണ്ണേണ്ടത്. 1, 2. അപ്പോൾ 2 ആണ് നമുക്ക് കിട്ടേണ്ടത്. 2, 3, 4, 5. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും കിട്ടുക, കാരണം നമ്മുടെ ഫങ്ഷൻ ഗ്രൂപ്പിന് ചെറിയ നമ്പർ കിട്ടണം. അപ്പോൾ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് 2. പേര് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പെൻഡെയിൻ ആണ്, 2 ആണ്. അപ്പോൾ നമ്മൾ പെൻഡാൻ എന്നാ പറയുക, പെൻഡാൻ 2 1 അല്ലെങ്കിൽ 1. ഇനി ഇവിടെ അടുത്ത ഇതേപോലെ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്, നമ്മളിവിടെ പേര് എഴുതാൻ പറഞ്ഞു. CH3 CH2 CO CH2 CH3. 1, 2, 3, 4, 5. ഇങ്ങോട്ട് എണ്ണിയാലും 1, 2, 3, 4, 5. ഇതിൻ്റെ പേര് നമുക്ക് പെൻഡെയിൻ ആണെന്നറിയാം. പിന്നെ 1, 2, 3. അപ്പോൾ മൂന്നാമത്തെ സ്ഥാനത്താണ് ഇവിടെ ഫങ്ഷൻ ഗ്രൂപ്പ് വന്നേക്കുന്നത്, CO വന്നേക്കുന്നത്. അപ്പോൾ പെൻഡെയിൻ ആണ് നമുക്കറിയാം പേരെഴുതാൻ. അപ്പോൾ പെൻ AN ഈ വേണ്ട, പെൻഡാൻ -2 മൂന്നാമത്തെ സ്ഥാനത്താണ്. അപ്പോൾ 3 പിന്നെ വേണ്ടത് ONE, പെൻഡാൻ 3 1. അടുത്ത് ഹാലോ ഗ്രൂപ്പ്. ഹാലോ ഗ്രൂപ്പിൽ ആ ഫങ്ഷൻ ഗ്രൂപ്പിൽ പെട്ട ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ എന്നിങ്ങനെയുള്ളത് ഗ്രൂപ്പുകളാണ്, ആ ഫങ്ഷൻ ഗ്രൂപ്പിലാണ് ഈ ഹാലോ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ അത് എഴുതേണ്ട വിധം IUPAC എഴുതാൻ പൊസിഷൻ ഓഫ് ദ ഹാലോ ഗ്രൂപ്പ് നേരത്തെ എഴുതിയ പോലെ തന്നെ പൊസിഷൻ -2 നെയിം ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഇതിനു മുമ്പുള്ള എല്ലാം ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഫ്ലൂറോ ആകാം, ഫ്ലോറോ ആകാം, ബ്രോമോ ആകാം, അയോഡോ ആകാം. അത് കഴിഞ്ഞ് നെയിം ഓഫ് ആൽക്കെയിൻ ഇത് എഴുതുക. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ. CH3 CH2 CH2 CL. ഇത് ക്ലോറോ ആണ്, CL. അപ്പോൾ ഇത് എവിടെ നിന്ന് എണ്ണണം? അപ്പോൾ ഇവിടെയാണ് ക്ലോറിനാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. അപ്പം CH2 CH2 CH3. ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഇത് നമുക്ക് ബാക്കിയുള്ളത് എഴുതി നോക്കാം. അപ്പം ഇവിടുത്തെ C നമ്മൾ പരിഗണിക്കില്ല, കാരണം ഈ C ക്ലോറോ എന്നുള്ളതുണ്ട്, അതിൻ്റെ C ആണ്, കാർബൺ ചെയിനിൻ്റെ C അല്ല. ഇവിടെ 1, 2, 3 മാത്രമേ പരിഗണിക്കുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ പേര് എഴുതി നോക്കാം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ അത് 3. നെയിം ഓഫ് ആൽക്കെയിൻ വിത്ത് ദ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. എല്ലാം കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ഇതിൽ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ കാർബൺ ആറ്റത്തിൻ്റെ മെയിൻ ചെയിൻ്റെ 3 എണ്ണം വരുന്നതിൻ്റെ പേര് പ്രൊപ്പൈൻ. നെയിം ഓഫ് ഹാലോ ഗ്രൂപ്പ് അവിടെ CL ആണ് വന്നേക്കുന്നത്. അപ്പോൾ ക്ലോറോ. ഇനി കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ കാർബൺ ടു വിച്ച്
ദ ഹാലോ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്. ഹാലോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ പൊസിഷൻ നമ്പർ നമ്മൾ നോക്കേണ്ടതിന് ചെറിയ നമ്പർ കിട്ടുന്ന പോലെ. അപ്പോൾ ഇങ്ങോട്ട് നോക്കണ ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ പൊസിഷൻ നമ്പർ 1, 3 അല്ല, ഇവിടെ നിന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 1. IUPAC നെയിം ഇവിടെ തന്നിട്ടുണ്ടെങ്കിലും ഒന്നാമത്തെ അതിൻ്റെ പേര് 1, പിന്നെ ക്ലോറോ നമ്പർ 1-2 ക്ലോറോ പിന്നെ പ്രൊപ്പെയിൻ. അപ്പോൾ 1 ക്ലോറോ പ്രൊപ്പെയിൻ ആണ് ഇതിൻ്റെ പേര്. ഇനി അടുത്തത് IUPAC നെയിം എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, 1, 2, 3, 4 എണ്ണം, അല്ലെങ്കിൽ 1, 2, 3, 4 എണ്ണം. അപ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എണ്ണുന്നതായിരിക്കും എണ്ണം കുറവ്. 1, 2, 3, 4 എണ്ണി. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് 2 ബ്രാഞ്ച് ഉണ്ട്. ബ്രോമോയാണ് ബ്രാഞ്ചിൻ്റെ പേര്. അപ്പോൾ 1, 2, 3, 4 ആയതുകൊണ്ട് തന്നെ ഇത് ബ്യൂട്ടെയിൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേര് IUPAC നെയിം 2, 2 എണ്ണം ഉണ്ട്, അതിന് ഡൈ ബ്രോമോ ബ്യൂട്ടെയിൻ. 2 ഡൈ ബ്രോമോ ചെയിൻ്റെ പേര് ബ്യൂട്ടെയിൻ. ഇനി ഒരു ടേബിൾ തന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. അതിൽ ആദ്യത്തത് 2,3 ഡൈ ക്ലോറോ ബ്യൂട്ടെയിൻ ആണ്. 2,3 ഡൈ ക്ലോറോ ബ്യൂട്ടെയിൻ. അപ്പോൾ നമുക്ക് ബ്യൂട്ടെയിൻ ആദ്യം എഴുതാം. CH ഞാൻ 2ൻ്റെ പൊസിഷനിലായതുകൊണ്ട് 2,3 ഇവിടെ CH മാത്രം കൊടുക്കുന്നു. എല്ലാത്തിനും CH കൊടുത്തിടുക. എന്നിട്ട് നമുക്ക് അവസാനം കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്താൽ അവസാനം നമുക്ക് കാർബണിൻ്റെ എണ്ണം കൊടുക്കാം. 1, 2, 3, 4 ആയി. അപ്പോൾ ബ്യൂട്ടെയിൻ ആയി. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനത്ത് ഡൈക്ലോറോ ആണ്. അപ്പോൾ ക്ലോറിൻ വരണം, ക്ലോറോ വരണം. അപ്പോൾ ഇവിടെ CL കൊടുത്തു, ഇവിടെയും CL കൊടുത്തു. 1, 2, 3, 4 രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനത്ത് ക്ലോറിൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2,3 ഡൈക്ലോറോ ബ്യൂട്ടെയിൻ ആയി. ഇനി നമുക്ക് ഇതിൻ്റെ കാർബണിൻ്റെ എണ്ണമെല്ലാം കറക്റ്റ്, ഹൈഡ്രജൻ്റെ എണ്ണമെല്ലാം കറക്റ്റ് ചെയ്യാം. ഇവിടെ CH3, ഇവിടെ CH ആണ് 3 ഉണ്ട്. അപ്പോൾ ഈ H കൂടെ കൂടിയാൽ 4 ആയി. ഇവിടെയും 3 ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു H കൂടെ കൂടിയാൽ 4 ആയി. പിന്നെ ഇവിടെ CH3. അപ്പോൾ CH3 CH3 രണ്ടാമത്തെ സ്ഥാനത്തും മൂന്നാമത്തെ സ്ഥാനത്തും ഓരോ ക്ലോറിൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2,3 ഡൈക്ലോറോ ബ്യൂ. ഇനി അടുത്ത് ഇവിടെ 1, 2, 3 എങ്ങനെ എണ്ണിയാലും 1 നടുക്ക് തന്നെയാണ് ഈ ക്ലോറിനുള്ളത്. അപ്പോൾ ഇത് പ്രൊപ്പെയിൻ ആണ്, നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ സ്ഥാനത്ത് ഒരു ഫ്ലൂറിൻ ഉണ്ട്. അപ്പോൾ 2 ഫ്ലൂറോ പ്രൊപ്പെയിൻ. ഇനി അടുത്തത് CH3 CH2 ആണ്, അയഡോ ആണ്. അപ്പോൾ ഇനി എത്ര എണ്ണം നോക്കാം? 1, 2, 3, 4, 5. പക്ഷേ എണ്ണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം ചെയ്യാൻ, കാരണം ഒന്നാമത്തെ സ്ഥാനത്ത് കിട്ടണം. അപ്പോൾ 1 അയഡോ 1, 2, 3, 4, 5 പെൻഡെയിൻ ആണ്. അപ്പോൾ 1 അയഡോ പെൻഡെയിൻ. ഇനി അടുത്തത് ആൽക്കോക്സി ഗ്രൂപ്പ്, OA 6. അപ്പോൾ ഓക്സി, O എന്ന ലെറ്ററാണ് നമുക്കിന് നടുക്ക് വരുന്നത്, ബാക്കിയുള്ള റാഡിക്കൽ. അപ്പോൾ ഇവിടെ പേരിതിൻ്റെ വിധം പറഞ്ഞിട്ടുണ്ട്. CH3O CH2 CH3. ഇവിടെ നോക്കേണ്ടത്, ഇവിടെ ഈ O വരുന്ന ഓക്സി എന്ന് നമ്മൾ പറയും. ഈ Oയ്ക്ക് മുന്നേ വരുന്നത് ഇവിടെ ഇപ്പം CH3 മീതെയിൻ ആണ്. ഇവിടെ CH2 CH3 ഈതെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് IUPAC നെയിം മീതെയിനും വന്നിട്ടുണ്ട്, മെത്ത് ഓക്സി, ബാക്കി വന്നത് ഈതെയിൻ, മെത്ത് ഓക്സി ഈതെയിൻ, അങ്ങനെയാണ് ഇതിൻ്റെ പേര് പറയാം. അപ്പോൾ ഈ ഓക്സിജൻ O ഗ്രൂപ്പ് ഇവിടെ നടുക്ക് വരുന്നു. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അതിനെ നമ്മൾ ആ ആൽക്കൈൻ്റെ പേരും കൂടെ ചേർത്തിട്ട് അതിനെ ആൽക്കോക്സി, അതായത് മെത്തോക്സി ഈതെയിൻ എന്നൊക്കെ പറഞ്ഞ പോലെ പേര് കൊടുക്കുന്നു. നമുക്ക് ഈ ടേബിളും കൂടെ കംപ്ലീറ്റ് ആക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകും. ആയിട്ട് നോക്കുക, CH3 ആണ് ഇവിടെ, O CH3. അപ്പോൾ ഇവിടെ മീതെയിൻ ആണ്, ഇവിടെയും മീതെയിൻ ആണ്. അപ്പോൾ ഇത് മെത്ത് ഓക്സി മീതെയിൻ. ഇവിടെ 1, 2, 3. അപ്പോൾ ഇത് പ്രൊപ്പെയിൻ ആണ്. അപ്പോൾ ഇവിടെ മീതെയിൻ ആണ്. പക്ഷേ നമുക്ക് ഇതിന് ചെറിയ സ്ഥാനസംഖ്യ ലഭിക്കുന്ന പോലെ പോകുകയാണെങ്കിൽ ആദ്യം നമ്മൾ മീതെയിൻ പറഞ്ഞു, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും നമ്മൾ എണ്ണം എടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനത്ത് മെയ്തെയിൻ ആണ്. അപ്പോൾ മെത്ത് ഓക്സി, ഇവിടുത്തെ പോലെ തന്നെ മെത്ത് ഓക്സി. ഇനി ബാക്കിയുള്ളത് 1, 2, 3 ഇത് പ്രൊപ്പെയിൻ ആണ്. അപ്പോൾ മെത്ത് ഓക്സി പ്രൊപ്പെയിൻ.
ഇനി എത്തോക്സി പ്രൊപ്പൈൻ്റെ സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്തോക്സി പ്രൊപ്പൈൻ, അപ്പം ഈതൈനാണ് ചെറുത്, അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. CH3 CH2, ഇനി നമുക്ക് O കൊടുക്കാം. അപ്പം ഈതൈനായി, എത്തോക്സി ആയി. ഇനി പ്രൊപ്പൈൻ വേണം. CH2 CH2 CH3 1 2 3, ഇത് പ്രൊപ്പൈനായി. അപ്പോൾ ഇത് ഓക്സി പ്രൊപ്പൈൻ ആയി. ഇനി ഇവിടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ കുറച്ചെണ്ണം ഇവിടെ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളത് നമുക്ക് ഫില്ല് ചെയ്യാം. ഫംഗ്ഷൻ ഗ്രൂപ്പ്, അതിൻ്റെ സൂചിപ്പിക്കുന്ന ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ പേര്, നെയിം ഓഫ് ദ ഫംഗ്ഷൻ ഗ്രൂപ്പ് പേര് എഴുതുക. അതുപോലെ അതിനെ പറയുന്ന കോമൺ നെയിം എന്താണ്. ഇവിടെ OH വന്നു, പക്ഷെ നമ്മൾ OH എന്നല്ല പറയാം. OH വന്നു, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലാണ് ഈ OH വരുന്നത്, പക്ഷെ അത് ആൽക്കഹോളാണ് അതിൻ്റെ കോമൺ. OL ആണ് നമ്മൾ പറയുക. മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കോമൺ നെയിം അതവിടെ ആൽക്കഹോളാണ് ഇതിൻ്റെ നെയിം. അതുപോലെ COOH, കാർബോക്സിലിക് ആസിഡിൻ്റെ, അപ്പോൾ അതിൻ്റെ നെയിം ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലാണ്. കാർബോക്സിൽ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. കോമൺ നെയിം കാർബോക്സിലിക് ആസിഡ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത CHO ഇവിടെ തന്നിട്ടുണ്ട്, ആൽഡിഹൈഡ് ഗ്രൂപ്പാണെന്ന് തന്നിട്ടുണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് ആൽഡിഹൈഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നതും ആൽഡിഹൈഡിക് ഗ്രൂപ്പാണ്, ആൽഡിഹൈഡ് എന്ന് തന്നെയാണ് പറയുക. ആൽഡിഹൈഡ്, ഇവിടെ ആൽഡിഹൈഡിക് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്, കോമൺ നെയിം ആൽഡിഹൈഡ് എന്ന് പറയും. അടുത്ത C ഡബിൾ ബോണ്ടോ ഇങ്ങനെ വരുന്ന ഗ്രൂപ്പ് കീറ്റോ ഗ്രൂപ്പ്. അപ്പോൾ കീറ്റോ ഗ്രൂപ്പിനെ പറയുന്നത് കീറ്റോൺ എന്നാണ്, കീറ്റോൺസ് എന്നാണ് പറയുക, കീറ്റോൺ. ഇനി ഓക്സി വരുന്ന ഗ്രൂപ്പുകൾ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത ആൽക്കോക്സി എന്ന് പറയുന്ന ഗ്രൂപ്പ്, ആൽക്കോക്സി ഗ്രൂപ്പ്. അതിൻ്റെ കോമൺ നെയിം അത് ഈതറാണ്, ഈതർ എന്നാണ് അതിൻ്റെ കോമൺ നെയിം പറയാം. പിന്നെയുള്ളത് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ആദ്യം ചെയ്ത, കുറച്ച് മുമ്പ് ചെയ്ത ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ എന്നൊക്കെ പറയും. പിന്നെ ഹാലോ കോമ്പൗണ്ട്സ് എന്നാണ് അതിൻ്റെ കോമൺ നെയിം പറയാം. അത് ഹാലോ ഗ്രൂപ്പ് തന്നെ, ഹാലോ ഗ്രൂപ്പ്, ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ പേര് ഹാലോ ഗ്രൂപ്പ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും 1 2 3 4 ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ ഇതിനെ എല്ലാത്തിനെയും ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു.